ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ലോഗോസ് പഠനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലോഗോസ് 2025 പഠനഭാഗമായ വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 14 ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 1. ഏത് കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത്? AD 58 60 ഇടയ്ക്ക്. 2. എവിടെ വച്ചാണ് എഴുതിയത്? റോമായിൽ വച്ച്. 3. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എങ്ങനെയാണ് നമ്മെ അനുഗ്രഹിച്ചത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. 4. അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. 5. അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത് എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുൻപു തന്നെ. ചോദ്യം 6. എഫേസോസ് 1:2 ഉദ്ധരിക്കുക. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ചോദ്യം 7. അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത്? യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. 8. ചോദ്യം. രക്ഷയുടെ സദ്വാർത്ത എന്താണ്? സത്യത്തിൻ്റെ വചനം. 9. അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തിന്? കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി. 10. ചോദ്യം. നിങ്ങൾ ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് എങ്ങനെ? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 11. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരമാണ് ഡാഷ്. പരിശുദ്ധാത്മാവ്. 12. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് എന്തെല്ലാം കൈവന്നിരിക്കുന്നു? ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും. ചോദ്യം 13. അധ്യായം 1 ദൈവകൃപ അല്ലെങ്കിൽ കൃപ എന്ന വാക്ക് എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 4. ചോദ്യം 14. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. ആരുടെ വാക്കുകൾ? വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ. കൂട്ടുകാരെ, നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ബൈബിള് ഒരധ്യായം വെച്ച് പഠിക്കാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തുടങ്ങുക. താങ്ക് യു.